Hi, welcome to Flash Class. BA ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ലാംഗ്വേജ് ഇൻ ആക്ഷനിലെ സിയോക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ റൈറ്റർ ജോർജ് സാൻഡേഴ്സ് എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. സോഷ്യൽ ഇനിക്വാലിറ്റി, പോവർട്ടി തുടങ്ങിയിട്ടുള്ള തീമുകളെ ഒരു ഡാർക്ക് ഹ്യൂമറിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. നമ്മളിവിടെ ഈ സ്റ്റോറിയുടെ സമ്മറിയും ഇതിലെ മേജർ തീമുകളുടെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. The story is narrated by a young man who works as a stripper at a place called Joysticks. ഈ സ്റ്റോറിയിൽ നരേറ്ററായിട്ട് വരുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ആളൊരു സ്ട്രിപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറയുന്നു. സ്ട്രിപ്പർ എന്ന് പറയുന്നത് നമ്മൾ കാബറെ ഡാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ശരീരമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അങ്ങനെ ഡാൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വർക്കിനെയാണ് സ്ട്രിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. The story begins with the narrator describing his workplace, where he performs in themed costumes and strips for groups of women. ഇനി ആളുടെ ഒരു വർക്ക് പ്ലേസിലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രിപ്പറാണ്. അപ്പോൾ പുരുഷന്മാരാണ് അവിടെ സ്ട്രിപ്പ് ചെയ്യുന്നത്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ തീംഡ് കോസ്റ്റ്യൂംസിലൊക്കെയാണ് ഇവർ ചെയ്യുന്നത് പറയുന്നു. അതായത് ഈ പൈലറ്റിൻ്റെയോ അല്ലെങ്കിൽ പട്ടാളക്കാരുടെയോ ഒക്കെ വസ്ത്രത്തിലാണ് ഇവർ ഉണ്ടാവുക. പിന്നീട് ആ വസ്ത്രം സ്ട്രിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി സ്ത്രീകൾ വരുന്നു, അത് അവർക്ക് ടിപ്പ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു വർക്ക് പ്ലേസിനെ കുറിച്ചിട്ട് ആൾ പറയുന്നു. ഹി ഡിസ്ക്രൈബ്സ് ദ ഡിഫിക്കൽട്ട് നേച്ചർ ഓഫ് ദ വർക്ക്. പിന്നെ ആ ഒരു ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ആൾ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. തൻ്റെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നൊരു ജോലിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതുകൂടാതെ തന്നെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ റേറ്റിംഗ് കുറയ്ക്കും തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അയാൾ സൂചിപ്പിക്കുന്നത് അവിടെ ഈ സ്ട്രിപ്പിംഗ് എന്നല്ലാതെ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഒരു ബ്രോതലൊന്നുമല്ല, ജസ്റ്റ് സ്ട്രിപ്പിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതും ഫുള്ളായിട്ട് നേക്കഡ് ആവാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ നിബന്ധനകളുണ്ട് എന്നൊക്കെ ആൾ പറയുന്നു. എങ്കിൽ തന്നെയും ചില ആളുകൾ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അതൊക്കെ ചെയ്യാറുണ്ട്, കൂടുതൽ ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യമൊക്കെ ആൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നു. The guts rate them and if they get a low rating they lose the job. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവിടെ വരുന്ന ആളുകൾ അവരെ റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ ലോ റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ അവരെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷറൊക്കെ അവിടെ ഉണ്ട്. The narrator describes the incident when a colleague lost a job that way. അപ്പോൾ അത്തരത്തിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ആൾ പറയുന്നു. കാരണം ആൾക്ക് കുറച്ച് പ്രായമായ സമയത്ത് ആൾ വയറൊക്കെ ഒന്ന് ചാടി, അതായത് ആളെ കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനെ പോലെ ഒന്നുമല്ല. അപ്പോൾ ആൾക്ക് റേറ്റിംഗ് കുറഞ്ഞു, ആളുടെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ചിട്ടൊക്കെ അയാൾ അവിടെ പറയുന്നു. He lives in a small deteriorating apartment called സിയോക്ക് in a poor neighborhood. പിന്നെ ആൾ താമസിക്കുന്നത് സിയോക്ക് എന്ന പേരുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. അതിങ്ങനെ ഒരു പഴയൊരു ബിൽഡിംഗ് ആണ്, അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, അധികം വാടകയൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ആൾ താമസിക്കുന്നത്. ഹീസ് വിത്ത് ഹിസ് സിസ്റ്റർ മിൻ, ഹെർ ബേബി ട്രോയ്, ഹിസ് കസിൻ ജേഡ്, ഹെർ ബേബി മാക്ക് ആൻഡ് ദെയർ അൺമാരീഡ് ആൻഡ് ബേർണി. ഇനി വീട്ടിൽ അയാളുടെ കൂടെയുള്ളത് അയാളുടെ സിസ്റ്ററുടെ കുട്ടി, പിന്നെ അയാളുടെ ഒരു കസിൻ്റെ കുട്ടി, പിന്നെ അയാളുടെ അവിവാഹിതയായിട്ടുള്ള ഒരു ആൻറ്റിയുമാണ് ആളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നത്. The household survives on the narrator's stripping income and Bernie's modest job at a drugstore. ഇനി ഈ വീട്ടിൽ വരുമാനമായിട്ട് ഉള്ളത് 2 പേരാണ്. ഒന്ന് ഇയാളുടെ ജോലി നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ആൻറ്റിക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു ജോലിയുണ്ട്. ഇയാളുടെ സിസ്റ്ററും കസിനും ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വരുമാനത്തിലാണ് ആ കുടുംബം അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. Min and Jade babysit and study for their JEDs, though they don't do either very well. ഇനി ഇയാളുടെ കസിനും സിസ്റ്റർക്കും കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുട്ടികളെ നോക്കിക്കൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്. അതുകൂടാതെ അവർ JEDക്ക് പഠിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നമ്മൾ തുല്യതാ പരീക്ഷ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു എക്സാമിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പേരിന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളെ അവർ ശരിക്കും നോക്കുന്നില്ല, അതുപോലെ തന്നെ ശരിക്കും പഠിക്കുന്നുമില്ല എന്നുള്ള ഇതിലാണ് നമ്മൾ കാണുന്നത്. They mostly watch TV where the programs normalize violence and promote consumerism.
അവർ പ്രധാനമായിട്ട് ചെയ്യുന്ന പരിപാടി ടി വി കാണുക, അതുപോലെ തന്നെ പരസ്പരം വഴക്കുണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ടി വിയിൽ തന്നെയും ഈ വയലൻസ് ഒക്കെ നോർമലൈസ് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളാണ് അവർ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഈ കഥയല്ലത് ജീവിതം എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികളും, ഓരോ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ വന്ന് ടി വിയിൽ ഇരുന്ന് പറയുന്ന പോലെ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പ്രോഗ്രാമുകളൊക്കെയാണ് അവർ ടി വിയിൽ കാണുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കൺസ്യൂമറിസം, അതായത് പുതിയ ഡ്രസ്സ്, പുതിയ ആഭരണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ അവർ കാണുന്നു. ദെൻ Aunt Bernie is a moral central of the family. She is modest in every way, with no history of romance or travel. ഇനി ഇവരുടെ ഒരു മോറൽ സെൻട്രലായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നത് ആൻറ്റിയാണ്. അതായത് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് അത് പറഞ്ഞ് ഒതുക്കുന്നതും അങ്ങനെ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ആൻറ്റിയാണ്. ഇനി ആൻറ്റിയെ സംബന്ധിച്ചിട്ട് തീർത്തും യാന്ത്രികമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ ജീവിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഒരു പ്രണയം ഉണ്ടായിട്ടില്ല, അവരൊരു സ്ഥലത്തേക്ക് ടൂർ പോയിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഈ ആൻറ്റിയെ കാണുന്നത്. She sacrificed everything for her family, yet her grandfather did not leave a penny for her when he died. ഇനി അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ എല്ലാം സാക്രിഫൈസ് ചെയ്തിരുന്നു. അവരുടെ ഗ്രാൻഡ് മദർ മരിച്ച സമയത്ത് ഗ്രാൻഡ് ഫാദറിനെ നോക്കുന്നതിനും വീട് നോക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവർ വിവാഹം കഴിക്കാതെ അങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടും ആ ഗ്രാൻഡ് ഫാദർ മരിച്ചു പോകുന്ന സമയത്ത് ഒരു രൂപ പോലും ഇവർക്ക് കൊടുത്തില്ല. വേറെ ഏതോ ഒരു സ്ത്രീക്ക് ആണ് അയാളുടെ സ്വത്തൊക്കെ അയാൾ എഴുതി കൊടുത്തത്. അങ്ങനെയാണ് നമ്മുടെ ഈ ആൻറ്റി ബെർണി ഇയാളുടെ കൂടെ താമസിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. The family's difficult life takes a shocking turn when Bernie dies suddenly. അങ്ങനെ ഇവർ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. അവർ താമസിക്കുന്ന ഏരിയ തന്നെ ശരിയല്ല, അവിടെ ഗാങ് ഫൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയൊക്കെയാണ്. പിന്നെ ഇവർക്ക് ഈ ഒരു ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇവർ എങ്ങനെയോ ജീവിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇവർക്ക് വേറൊരു ദുരന്തം ഉണ്ടാവുന്നത്. ഇവരുടെ ആൻറ്റി ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെടുന്നു. She dies from fright after a break-in at their apartment. ആൻറ്റി മരിക്കുന്നതിന് കാരണമാവുന്നത് പേടിച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് പരിക്കുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരുടെ വീട്ടിൽ കള്ളന്മാർ അല്ലെങ്കിൽ കൊള്ളക്കാർ കയറിയ സമയത്ത് അവർ പേടിച്ചുകൊണ്ട് നമ്മൾ അറ്റാക്ക് വന്ന് മരിക്കുക എന്ന് പറയുന്ന പോലെ അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നേരത്തെ പറഞ്ഞ് അവർ താമസിക്കുന്നത് തന്നെ അങ്ങനത്തെ ഒരു മോശം ഏരിയയിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. They inform her mother and her mother's boyfriend Freddie and plan the funeral. അപ്പോൾ ആൻറ്റി മരിച്ചപ്പോൾ നമ്മുടെ നരേറ്ററും പിന്നെ ആളുടെ സിസ്റ്ററും കസിനും കൂടിയിട്ട് ഈ ആൻറ്റിയുടെ അമ്മയെ വിവരം അറിയിക്കുന്നു. ആൻറ്റിയുടെ അമ്മയ്ക്കൊരു ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ട്, ഫ്രെഡി എന്ന് പറഞ്ഞിട്ട്, അയാളെയും ഈ വിവരം അറിയിക്കുന്നു. They have to purchase a coffin on EMI as they want to give Auntie at least a good farewell since she didn't live well all her life. അങ്ങനെ ഈ ഒരു ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഏർപ്പാടാക്കുന്ന സമയത്ത് ഈ കോഫിൻ അല്ലെങ്കിൽ ശവപ്പെട്ടിക്കൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോഫിന് തന്നെ വലിയൊരു തുക ഇവർക്ക് താങ്ങാനാവാത്ത തുകയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നാലും വേണ്ടില്ല, EMI അടച്ചുകൊണ്ട് ആ ഒരു കഫിൻ വാങ്ങാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഈ ആൻറ്റിക്ക് ഒരു സന്തോഷമോ സുഖമോ ഒന്നും ഉണ്ടായിട്ടില്ല. മരിക്കുന്ന സമയത്തെങ്കിലും അവസാനം ഒരു നല്ല ശവപ്പെട്ടിയിലെങ്കിലും അവർ കിടക്കട്ടെ എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ്, ഒരു ശവപ്പെട്ടി പോലും EMIക്ക് വാങ്ങേണ്ടി വരുന്ന ഈ ഒരു കുടുംബത്തിൻ്റെ ഗതികേട് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു പിക്ചറൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. They get together for a toast for her at a restaurant. അതിനുശേഷം ഈ ഫ്യൂണറലിന് ശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് ആൻറ്റിയുടെ ഓർമ്മയൊക്കെ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്നിച്ചു കൂടുന്നു. ഫ്രെഡി സജസ്റ്റ് ദാറ്റ് ദേ മൂവ് ഔട്ട് ഫ്രം സച്ച് എ ഡേഞ്ചറസ് പ്ലേസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രെഡി പറയുന്നത് ഈ മരിച്ചുപോയ ആൻറ്റിയുടെ അമ്മയുടെ ബോയ് ഫ്രണ്ടാണ്. അപ്പോൾ ആൾ പറയുന്നത് ഇങ്ങനെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്ലേസിൽ നമുക്ക് എങ്ങനെ താമസിക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആളുകൾ അതിക്രമിച്ച് കയറുന്നു, അപ്പുറത്ത് ഗാങ് ഫൈറ്റ് നടക്കുന്നു, ഇങ്ങനത്തെ ഏരിയയിൽ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് നോക്കണം എന്നൊക്കെ ആളിങ്ങനെ പറയുന്നു. He suggests either Min or Jade work while the other babysits. അപ്പോൾ എന്നിട്ട് ആളിങ്ങനെ പറയുന്നത്, നമ്മുടെ നരേറ്ററുടെ അടുത്ത് പറയുന്നു, നീ എന്ത് ജോലിക്കൊക്കെ പോകുന്നത്, സ്ട്രിപ്പർ ഇങ്ങനത്തെ ജോലിക്കൊക്കെയാണോ നീ പോകുന്നത്, നിനക്ക് വേറെ വല്ല ജോലിയൊക്കെ അന്വേഷിച്ചൂടെ എന്നൊക്കെ ഇയാൾ പറയുന്നു. അതുപോലെ തന്നെ ആ രണ്ട് സ്ത്രീകളോട്, നമ്മുടെ നരേറ്ററുടെ കസിനും അതുപോലെ തന്നെ സിസ്റ്ററും, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടികളെ നോക്കാൻ ഒരാൾ വീട്ടിലിരുന്നാൽ മതി, ഒരാൾക്ക് ജോലിക്ക് പോകാം എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുന്നു.
ബട്ട് നെയ്തർ വാണ്ട്സ് ടു വർക്ക് സോ ദാറ്റ് ദി അതർ ക്യാൻ സ്റ്റേ ഹോം. അപ്പോൾ അവർ വളരെ രസകരമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് അവൾ വീട്ടിൽ സുഖിച്ചിരിക്കേണ്ട എന്ന രീതിയിലാണ് അവർ രണ്ടുപേരും പറയുന്നത്. അപ്പോൾ ആ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. That night, they receive a call from the priest who informs them the grave has been defaced. അങ്ങനെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ അവർക്ക് അന്ന് രാത്രി ഒരു ഫോൺ കോൾ വരുന്നു. ആ പള്ളിയിലെ പുരോഹിതനാണ് വിളിക്കുന്നത്. ആൾ പറയുന്നത് ആ സെമിത്തേരിയയിൽ ആൻറ്റിയുടെ കല്ലറ തകർന്നു പോയിരിക്കുന്നു എന്നാണ്. ദേ ഫൈൻഡ് ദ ഗ്രേവ് ഡഗ് അപ്പ് ആൻഡ് ദ ബോഡി മിസ്സിങ്. അങ്ങനെ അവരവിടെ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് ഈ കല്ലറ അങ്ങനെ തുറന്നു കിടക്കുന്നു, ആൻറ്റിയുടെ ഡെഡ് ബോഡി കാണുന്നില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. They wonder who would want to do this to her, not giving her peace even after death. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വളരെ വിഷമത്തിലാവുന്നു. ആ പാവം സ്ത്രീക്ക് ജീവിതത്തിലൊരു സുഖവും സമാധാനം ഉണ്ടായിട്ടില്ല, മരിച്ചു കിടക്കുമ്പോഴെങ്കിലും സമാധാനമായിട്ട് കിടക്കാമായിരുന്നല്ലോ, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നു. ദ നെക്സ്റ്റ് ഡേ ദ നരേറ്റർ സ്ട്രഗിൾസ് അറ്റ് വർക്ക്. പിറ്റേ ദിവസം നമ്മുടെ നരേറ്റർ ജോലിക്ക് പോകുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, കാരണം ആളുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ആൾക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ആൾ ജോലിക്ക് പോകുന്നു. A woman throws a $1 bill on the floor and asks him to pick it up. അവിടെ ചെന്നിട്ട് ഈ സ്ട്രിപ്പ് ക്ലബ്ബിൽ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ഒരു സ്ത്രീ ഒരു $1 ബില്ല് അല്ലെങ്കിൽ ഒരു നോട്ട് നിലത്തിട്ടിട്ട് അയാളോടത് എടുത്തോളാൻ വേണ്ടി പറയുന്നു. അതായത് ഒരു സ്ട്രിപ്പ് ക്ലബ്ബിലത്തെ രീതികളൊക്കെയാണ്, ഇങ്ങനെയാണ് ടിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനൊരു അനുഭവം അവിടെ ഉണ്ടാവുന്നു. He usually does these things but can't in his grieved state. ആൻഡ് ഹീ ഗെറ്റ്സ് എ ലോവസ്റ്റ് റേറ്റിംഗ് ദാറ്റ് ഡേ. സാധാരണഗതിക്ക് ഇതൊക്കെ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷേ അന്നത്തെ ദിവസം ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആളുടെ ആൻറ്റി മരിച്ചു, മാത്രമല്ല ഈ ഡെഡ് ബോഡി മിസ്സായിരിക്കുന്നു. അങ്ങനെയൊക്കെ ആകെ വിഷമത്തിലാണ് അയാളുള്ളത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആൾക്ക് ഇങ്ങനെ ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് അന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റേറ്റിംഗ് ആണ് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ലോവസ്റ്റ് റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ കാര്യങ്ങളുള്ളത്. The proprietor doesn't fire him, knowing his grief, but suggests he take leave until he feels better. പക്ഷേ ഈ മുതലാളി അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നില്ല. കാരണം അയാളുടെ ഒരു വിഷമം ആൾക്ക് അറിയാം, ആൻറ്റി മരിച്ചു, ആൻറ്റിയുടെ ഡെഡ് ബോഡി മിസ്സിംഗ് ആയി എന്നുള്ള കാര്യമൊക്കെ ആൾക്ക് അറിയുന്നതാണ്. അപ്പോൾ കാരണം കൊണ്ട് പിരിച്ചുവിടുന്നില്ല. പക്ഷേ നീ ഇങ്ങനെ ജോലിക്ക് വരണ്ട, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചൊക്കെ നിൽക്കേണ്ടി വരും, ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ നീ ലീവ് എടുത്തോ എന്നാണ് മുതലാളി അയാളോട് പറയുന്നത്. The narrator, however, can't take leave in his financial state and he is forced to go home early that day. നരേറ്റർക്ക് പക്ഷേ ലീവ് എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വീട്ടിലിപ്പോൾ ആൾക്ക് മാത്രമാണ് വരുമാനമുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, ഇന്ന് നീ പൊക്കോ, ഇനി നാളെ വന്നാൽ മതി, മൈൻഡൊക്കെ ഓക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് അയാളെ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. In a surreal and darkly comic twist, ബേണി കംസ് ബാക്ക് ഫ്രം ദ ഡെഡ്. പിന്നെയാണ് നമ്മുടെ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ആൻറ്റി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഷി റിട്ടേൺസ് ടു ദി അപ്പാർട്ട്മെൻറ്റ് ഇൻ എ ഗ്രോട്ടസ്ക് ഡീക്കേയിങ് ഫോം. നമ്മുടെ ആൻറ്റി ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഡീക്കേയിങ് ഫോമിലാണ്. അതൊരു സോംബിയെ പോലത്തെ രൂപത്തിലൊക്കെയാണ് നമ്മുടെ ആൻറ്റി തിരിച്ചു വന്നിരിക്കുന്നത്. Unlike her former self, zombie Bernie is angry, vulgar and demanding. അപ്പോൾ നമ്മുടെ ആൻറ്റിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ആരോടും ഒരു ദേഷ്യവും കാണിക്കാത്ത വളരെ സ്നേഹത്തിലുള്ള ഒരാളായിരുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ സോംബിയെ പോലെ തിരിച്ചു വരുന്ന സമയത്ത് വളരെയധികം ദേഷ്യപ്പെടുന്ന, രൂക്ഷമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആൻറ്റിയെ കാണുന്നത്. She insists the family stop wasting their lives and shares her plan to save them. അപ്പോൾ ആൻറ്റി അവരോട് ദേഷ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല, കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് ഇവിടുന്ന് വേറെ നല്ലൊരു സ്ഥലത്ത് വീട് നോക്കണം എന്ന രീതിയിലേക്കാണ് ആൻറ്റി അവരോട് പറയുന്നത്. She laments that the grave is a place where one regrets missed things in life and she wants to save them from that fate. അപ്പോൾ ആൻറ്റി പറയുന്നത്, ഈ മരിച്ചു പോയി കല്ലറയിൽ പോയി കിടക്കുന്ന സമയത്താണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വേദനിക്കുന്നത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയായി, എനിക്ക് ജീവിതത്തിൽ ഒരു സുഖമോ സന്തോഷമോ ഒന്നും ഉണ്ടായില്ല, നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ ആൻറ്റി അവരോട് പറയുന്നു. She even considers it her second life and wants to do things she missed out on. പിന്നെ ആൻറ്റി പറയുന്നത്, ഞാനിപ്പോൾ തിരിച്ചു വന്നു, എനിക്കിപ്പോൾ വീണ്ടും ജീവനുണ്ട്, എനിക്ക് നേരത്തെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ചെയ്യണം. ഞാനൊരു ടൂർ പോയിട്ടില്ല, ഒരു യാത്ര പോയിട്ടില്ല, എനിക്ക് റൊമാൻസ് ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിങ്ങനെ ആൻറ്റി പറയുന്നത് നമ്മൾ കാണുന്നു.
ഷീ ഓർഡേഴ്സ് എ നരേറ്റർ ടു എൻഗേജ് ഇൻ മോർ എക്സ്പ്ലിസിറ്റ് വർക്ക് ടു ബ്രിങ് ഇൻ മോർ മണി. അപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി പറയുന്ന പ്ലാൻ നരേറ്ററുടെ അടുത്ത് കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ് ഇവരുടെ ഈ ഒരു സ്ട്രിപ്പ് ക്ലബിനകത്ത് ഫുള്ളായിട്ട് നേക്കഡ് ആവില്ല എന്ന രീതിയിലേക്കാണ് ഉള്ളത്. പക്ഷേ എങ്കിലും ഇത് ഇല്ലീഗലായിട്ട് അവിടെ ചെയ്യുന്ന ആളുകളുണ്ട്, ഇയാളുടെ കൂടെയുള്ള ആളുകൾ എക്സ്ട്രാ ടിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നരേറ്ററോടും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി പറയുന്നത്. Then she tells him that she could mark the women interested in such things with her powers so that he can earn more without her trouble. അപ്പോൾ ആൻറ്റി പറയുന്നത്, നീ അങ്ങനെ അവിടെ വരുന്ന എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ചോദിക്കൊന്നും വേണ്ട, എൻ്റെ ഈ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ മരിച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ശക്തിയൊക്കെ ലഭിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകളെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് തരാം, അവരുടെ നെറ്റിയിൽ ഞാനിങ്ങനെ ഒരു ചുവന്ന അടയാളം വയ്ക്കാം, അപ്പോൾ അവരുടെ അടുത്ത് മാത്രം പോയിട്ട് നീ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആൻറ്റി പറയുന്നു. എന്നിട്ട് ആൻറ്റിക്ക് ഈ പവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഒരു തെളിവൊക്കെ അവിടെ ആൻറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള വസ്തുക്കളൊക്കെ ആൻറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. ദെൻ she orders Jade to start working and teaches her how to get a job by seducing the proprietor. എന്നിട്ട് ജെയ്ഡിൻ്റെ അടുത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇയാളുടെ സിസ്റ്ററും അതുപോലെ തന്നെ കസിനും അവിടെ വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഒരാൾ ജോലിക്ക് പോകണം, ഒരാൾ ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകണം, അവിടെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് സെഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് കുറച്ച് ഡ്രസ്സൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ധരിച്ചുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടൊക്കെ ചെറുതായിട്ട് ശൃംഖരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ മുതലായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും എന്ന രീതിയിലാണ് ആൻറ്റി ജെയ്ഡിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഷീ ടെൽസ് മിൻ ടു ബേബി സിറ്റ് ആൻഡ് ലേൺ കുക്കിംഗ്. എന്നിട്ട് നമ്മുടെ നരേറ്റഡ് സിസ്റ്ററുടെ അടുത്ത് പറയുന്നത് അവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ പഠിക്കണം, എന്നിട്ട് ഇങ്ങനെ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ട് പൈസ കളയാനൊന്നും പറ്റില്ല, പൈസ സേവ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആൻറ്റി ഇങ്ങനെ പറയുന്നു. The narrator agrees to act as Bernie insists. അങ്ങനെ നരേറ്റർ ആൻറ്റി പറഞ്ഞതുപോലെ ചെയ്യാം, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാം, എക്സ്ട്രാ ട്രിപ്പ് ഉണ്ടാക്കാം എന്നൊക്കെ സമ്മതിക്കുന്നു. However, the very first marked woman she finds is with his ex. പക്ഷേ ഇയാൾ പിറ്റേന്ന് ഈ സ്ട്രിപ്പിംഗ് ക്ലബിലേക്ക് പോയിട്ട് ആൻറ്റി പറഞ്ഞതുപോലെ ഇങ്ങനെ നെറ്റിയിൽ അടയാളം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട് സ്ത്രീകളെ. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, അയാളുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഈ ഒരു സ്ത്രീ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് ചോദിക്കാൻ അയാൾക്കൊരു മടിയുണ്ട്. കാരണം എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്, ഇയാൾ ഇന്നലെ തരം താഴ്ന്ന ഒരു അവസ്ഥയിലായി എന്ന ആളവിടെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഹി കാണ്ട് ആസ്ക് വെദർ ഷീ വാണ്ട്സ് എക്സ്പ്ലിസിറ്റ്നെസ് ആൻഡ് ഹൈഡ്സ്. അത് കാരണം കൊണ്ട് ആളുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ഈ സ്ട്രിപ്പ് ക്ലബിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് അവരെ കാണാതെ അവിടെ ഒളിച്ചിരിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. Bernie is disappointed and angry at his complacency and talks more rudely. അങ്ങനെ അയാൾ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ആൻറ്റിക്ക് കൂടുതൽ ദേഷ്യം വന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ അവരെ മാർക്ക് ചെയ്ത് നിന്നെ കാണിക്കാം, എന്നിട്ട് നീ അവരോട് ചോദിച്ചില്ല, നിനക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലൊക്കെ ആൻറ്റി ഇങ്ങനെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. All this while her body parts fall off and sometimes she places them back. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയും ആൻറ്റി ഒരു സോംബിയെ പോലെയാണ് അവരുടെ ശരീരം ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചില സമയത്ത് അവരുടെ ഈ ചെവിയും അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടർന്നു പോരുന്നു, ആൻറ്റി അതെടുത്ത് തിരിച്ചു വയ്ക്കുന്നു, ഇങ്ങനെ രീതിയിലൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതായിട്ട് പറഞ്ഞത്. ശരിക്കും ഒരു സോംബിയെ പോലെയാണ് അവിടെ ആൻറ്റി ഉള്ളത്. വിത്ത് ഇൻക്രീസിങ് അവയർനെസ് ഓഫ് ഹർ ഡെറ്റീരിയേറ്റിംഗ് ബോഡി ഷീ മേക്സ് എ പ്രൊഫസി. അങ്ങനെ തൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന സമയത്ത് ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അധികകാലം ഒരുപക്ഷെ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റിയേക്കില്ല. അതുകൊണ്ട് ആൻറ്റി അവരോട് ഓപ്പണായിട്ട് കാര്യം പറയുന്നു. ആൻറ്റിയുടെ ഒരു കഴിവ് വെച്ചുകൊണ്ട് ആൻറ്റിക്ക് ഭാവി നോക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രവചനം ആൻറ്റി അവരോട് പറയുകയാണ്. ഷീ റിവീൽസ് ട്രോയ് വിൽ ബി കിൽഡ് ഇൻ എ ഗൺ ഷോട്ട് ഇൻ സെപ്റ്റംബർ ഇഫ് ദേ ഡോണ്ട് മൂവ് ഔട്ട്. അപ്പോൾ ഇതൊരു മോശം ഏരിയയിലാണ് ഇവർ താമസിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ നരേറ്ററുടെ സിസ്റ്ററുടെ കുട്ടി അവിടെ ഒരു ഗാങ് വാറിൻ്റെ ഇടയിൽ ഗൺ ഷോട്ട് കൊണ്ട് കൊല്ലപ്പെടും. സെപ്റ്റംബറിലാണ് ഇത് സംഭവിക്കുക. ഇവർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വീട് മാറിപ്പോയില്ലെങ്കിൽ ഇതാണ് ഇവരുടെ ഭാവി ഇവിടെ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ആൻറ്റി അവരോട് പറയുന്നു.
Bernie's body continues to deteriorate and she accepts she won't have a second life. അപ്പോൾ ആൻറ്റിയുടെ ശരീരം ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി മനസ്സിലാക്കുന്നു തൻ്റെ ജീവിതം പോയി, എനിക്കിനി നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിൽ ആൻറ്റി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഷീ കീപ്സ് ആസ്കിങ് ദ നരേറ്റർ വൈ സം പീപ്പിൾ ഗെറ്റ് എവറിത്തിങ് ആൻഡ് ഷീ ഗെറ്റ്സ് നത്തിങ്. പിന്നീട് നമ്മുടെ ആൻറ്റി നമ്മുടെ നരേറ്ററുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാം ലഭിക്കുന്നു, എനിക്കൊന്നും ലഭിച്ചില്ല എന്ന രീതിയിൽ സമൂഹത്തിലെ ഒരു അസമത്വത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റി ഇങ്ങനെ നരേറ്ററുടെ അടുത്ത് ചോദിക്കുന്നു. ടു വിച്ച് ദ നരേറ്റർ റിപ്ലൈസ് ഹി ഡസൻറ്റ് നോ. നരേറ്റർക്ക് സ്വാഭാവികമായിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ എന്ന രീതിയിൽ മറുപടി പറയുന്നു. ഇൻ ദി എൻഡ് ബേർണി ഡൈസ് അഗെയിൻ ആൻഡ് ദ നരേറ്റർ ബറീസ്. അങ്ങനെ അവസാനം ഇങ്ങനെ നമ്മുടെ ആൻറ്റിയുടെ ഈ ശരീരമൊക്കെ വീണ്ടും ദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അവസാനം അവർ വീണ്ടും മരിച്ചു പോകുന്നു. ഇത്തവണ ശരിക്കും മരിക്കുന്നതാണ്, പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. Her second death seems to leave behind a sense of haunting urgency. അപ്പോൾ അവർ രണ്ടാമത് മരിച്ചു പോയതിന് ശേഷം ഇവർക്കൊക്കെ ആകെ സീരിയസ് ആവുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടമാണ്, എത്രയും പെട്ടെന്ന് അവിടെ പോകണം എന്നൊക്കെ ആൻറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ ചിന്തിക്കുന്നു. The narrator goes to work and does explicit things for extra money. അതിനുശേഷം ആൻറ്റി പറഞ്ഞതുപോലെ നരേറ്റർ അവിടെ പോയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സ്ട്രിപ്പ് ക്ലബ്ബിൽ പോയിട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ടിപ്പൊക്കെ ആളിങ്ങനെ വാങ്ങി പണം ഉണ്ടാക്കുന്നു. ഹി ലേൺസ് ഫ്രം ഹിസ് കൊളീഗ് സോണി വാൻസ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ആളുടെ കൊളീഗിൽ നിന്ന് ആൾ പഠിക്കുന്നത്. അതായത് ഏതൊക്കെ സ്ത്രീകളുടെ അടുത്ത് പോലെ വന്ന് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ കൊളീഗിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഹി മാനേജസ് ടു ഫൈൻഡ് എ ബെറ്റർ പ്ലേസ് ആൻഡ് സേവ് മണി ഫോർ ഇറ്റ്. അപ്പോൾ വേറൊരു സ്ഥലം അയാൾ കണ്ടുപിടിക്കുന്നു, ഇവിടുന്ന് താമസം മാറ്റുന്നതിന് വേണ്ടിയിട്ട് സേഫ് ആയിട്ടൊരു പ്ലേസ് കണ്ടുപിടിക്കുന്നു. അതിന് വേണ്ടി അയാൾ പൈസ ഒക്കെ സേവ് ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ സേവ്സ് മണി ഫോർ ബേർണീസ് ഗ്രേവ് സ്റ്റോൺ. ആൻറ്റിക്ക് ഒരു കല്ലറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അയാൾ പൈസ സേവ് ചെയ്യുന്നു. ഹി വണ്ടേഴ്സ് വാട്ട് ടു റൈറ്റ് ഓൺ ഇറ്റ്. ഇനി കല്ലറയിൽ എന്ത് എഴുതും എന്നുള്ളതാണ് അയാൾ ചിന്തിക്കുന്നത്. ഹി കൺസിഡേഴ്സ് ഫ്രേസസ് ലൈക്ക് ലൈഫ് പാസ്ഡ് ഹെർ ബൈ ബട്ട് ഫൈൻഡ്സ് ദം ടു സാഡ് ഓൾദോ ട്രൂ. ആൾ ആദ്യം വിചാരിക്കുന്നത് ലൈഫ് പാസ്ഡ് ഹെർ ബൈ, ജീവിതം ഇവരെ കടന്നുപോയി, ഇവർക്ക് ജീവിക്കാൻ പറ്റിയില്ല, ജീവിതം ഇവരെ കടന്നുപോയി എന്ന രീതിയിൽ എഴുതാനാണ്. പക്ഷേ അത് ഭയങ്കര സാഡായിട്ട് ആൾക്ക് തോന്നി, സത്യമാണെങ്കിലും അത് കാരണം അത് വേണ്ട എന്നാൾ തീരുമാനിക്കുന്നു. ദെൻ ഹി ഡിസൈഡ്സ് ഇറ്റ് വിൽ ബി ജസ്റ്റ് ബിലൗഡ് ആൻറ്റി. അങ്ങനെ അവസാനം ബിലൗഡ് ആൻറ്റി, പ്രിയപ്പെട്ട ആൻറ്റി എന്ന് മാത്രം അതിൽ എഴുതി വെച്ചാൽ മതി എന്ന് അയാൾ തീരുമാനിക്കുന്നു. ഹി റിവീൽസ് ദാറ്റ് ഷീ ഓഫ്റ്റൻ വിസിറ്റ്സ് ഹിം ഇൻ ഡ്രീംസ് ആൻഡ് കീപ്സ് ആസ്കിങ് വൈ സം പീപ്പിൾ ഗെറ്റ് എവറിത്തിങ് ആൻഡ് ഷീ ഗെറ്റ്സ് നത്തിങ്. എന്നിട്ട് അയാൾ പറയുന്നത് ആൻറ്റി ഇപ്പോഴും സ്വപ്നങ്ങളിൽ അയാളെ കാണാൻ വരാറുണ്ട്. എന്നിട്ട് ഈ ഒരു ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് ചില ആളുകൾക്ക് എല്ലാം കിട്ടുന്നു, എനിക്കൊന്നും ലഭിച്ചില്ല ജീവിതത്തിൽ എന്ന രീതിയിൽ ആൻറ്റി ഇങ്ങനെ ചോദിക്കുന്ന അയാൾ പറയുന്നു. ദ നരേറ്റർ റിപ്ലൈസ് എവറി ടൈം ദാറ്റ് ഹി ഡസൻറ്റ് നോ. എല്ലാ തവണയും നരേറ്റർ പറഞ്ഞത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പോവർട്ടി, അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ രീതിയിൽ ഈ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഈ സ്റ്റോറിയുടെ ഡീറ്റെയിൽസിൻ്റെ അനാലിസിസാണ് നോക്കുന്നത്. തീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഇനീക്വാലിറ്റി, പോവർട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ സ്റ്റോറിയിൽ പല ഡൈമെൻഷൻസിലാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം വരുന്നത് നെയിംലെസ് നരേറ്ററാണ്. നമ്മുടെ നരേറ്ററുടെ പേര് ഈ സ്റ്റോറിക്കകത്ത് പറയുന്നില്ല. അതിൻ്റെ കാരണം സിംബോളിക് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നരേറ്റർക്ക് ഒരു പേഴ്സണാലിറ്റി ഇല്ല. കാരണം ആൾ ചെയ്യുന്നതെല്ലാം ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. ആളുടെ ജോലി, അതുപോലെ തന്നെ ആൻറ്റി മരിച്ച സമയത്തും ലീവ് എടുക്കാതെ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഗതികേട് കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആൾക്കൊരു പേഴ്സണാലിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ആൾക്ക് പേരില്ലാത്തെന്നുള്ളത് ഒരു ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് പറയാവുന്നത് ഇയാളൊരു സിമ്പലാണ്. ഇയാളെപ്പോലെ ഒരുപാട് ആളുകൾ സമൂഹത്തിനകത്തുണ്ട് ഇതുപോലെ ഗതികേട് കൊണ്ട് ഇങ്ങനെ പല ജോലിയും ചെയ്ത് ജീവിക്കുന്നത്. അവരുടെ ഒരു സിമ്പൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇയാൾക്ക് പേര് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ പറയാം. പിന്നെ വരുന്നത് കോൺട്രാസ്റ്റ് ഇൻ ബേർണീസ് ടു ക്യാരക്ടേഴ്സ്. നമ്മുടെ ആൻറ്റിയുടെ ആദ്യത്തെ ഒരു ക്യാരക്ടറും സോംബി ആയിട്ട് വരുമ്പോഴുള്ള ക്യാരക്ടറും രണ്ട് വ്യത്യസ്ത സ്വഭാവമാണ്. ആദ്യം ആൻറ്റി വളരെ സ്നേഹത്തിൽ, പിന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ആൻറ്റി തന്നെ പറയുന്നുണ്ട്, ഈ ഗ്രേവിൽ പോകുന്ന സമയത്താണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോട്ട് നമ്മൾ വേദനിക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവിതം ഇങ്ങനെ നിരർത്ഥകമായിട്ട് ജീവിച്ചു പോയി എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് ആൻറ്റിയുടെ ഒരു ക്യാരക്ടറിനകത്ത് ഈ ഒരു മാറ്റം നമ്മൾ കാണുന്നത്. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് ഏജൻസി ഇൻ പോവർട്ടി ആണ്.
ഈ ദാരിദ്ര്യം കാരണം കൊണ്ട് ആളുകൾക്ക് സ്വന്തം ലൈഫിനകത്ത് ഒരു ചോയ്സോ കൺട്രോളോ ഇല്ലാത്തൊരു സാഹചര്യം. അതിൽ നമ്മൾ കാണുന്നത് ഈ നരേറ്ററുടെ ഒരു ജോലി തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്നൊരു ജോലി. അതുകൂടാതെ തന്നെ ഈ ജെയ്ഡിൻ്റെ അടുത്ത് ആൻറ്റി ലാസ്റ്റ് ജോലിക്ക് പോകാൻ പോകുന്ന സമയത്ത് മുതലാളിയെ എങ്ങനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇയാൾ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ ദാരിദ്ര്യം കാരണം കൊണ്ട് പണം കിട്ടാൻ വേണ്ടി ആളുകൾ എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ പോവർട്ടിയുടെ ഭാഗമായിക്കൊണ്ട് ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻവേർഷൻ ഓഫ് ജെൻഡർ റോൾസ് നമ്മൾ കാണുന്നുണ്ട്. സാധാരണഗതിക്ക് നമ്മുടെ നരേറ്ററുടെ പോലെ ഇങ്ങനെ സ്ട്രിപ്പ് ക്ലബ്ബിലുള്ള ഒരു ക്യാരക്ടറിന് നമ്മളൊരു സ്ത്രീ കഥാപാത്രത്തെയാണ് ഇങ്ങനെ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ സാധാരണ കഥകളിൽ കാണുന്നത്. പക്ഷേ ഇതിലൊരു പുരുഷ കഥാപാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ഈ ജെൻഡർ റോൾസ് എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികത്തെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതാണെന്ന രീതിയിലൊക്കെ അത്തരത്തിൽ ഈ ഒരു പോവർട്ടിയുടെയും സോഷ്യൽ ഇനീക്വാലിറ്റിയുടെയും പല ഡൈമെൻഷൻസാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.